മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 15/2/2002 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. ഉത്രട്ടാതിയാണ് നക്ഷത്രം. ഉത്രട്ടാതി 2-ാം പാദം. കർക്കിടക ലഗ്നം. 2, 3, 4, 5 ഭാവങ്ങൾ ശൂന്യം. 6-ൽ കേതു, 7-ൽ ബുധൻ, 8-ൽ സൂര്യൻ, ശുക്രൻ, 9-ൽ ചന്ദ്രൻ, കുജൻ, ഗുളികൻ, 10 ശൂന്യം, 11-ൽ ശനി, 12-ൽ ഗുരു, രാഹു. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ഇവിടെ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും. രാഹു കേതുക്കൾക്ക് ഉള്ളിലായിട്ടാണ് പ്രബല ഗ്രഹങ്ങളെല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്നത്. കാളസർപ്പയോഗം മുൻപ് ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഈ കാളസർപ്പയോഗം എന്ന് പറയുന്നത് പൊതുവെ എല്ലാവർക്കും ഭയത്തോടെ കാണുന്ന ഒരു നെഗറ്റീവ് യോഗം കൂടാണത്. അതിലെ പ്രധാന നെഗറ്റിവിറ്റി എന്താണെന്ന് വെച്ചാൽ, ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക്, പ്രത്യേകിച്ച് ജീവിത പുരോഗതിയുമായി ബന്ധപ്പെട്ട് ഉദ്ദേശിക്കുന്ന ഭാഗ്യാനുഭവങ്ങൾക്ക്, ഉയർച്ചയ്ക്ക് ഒക്കെ കാലതാമസം വരുത്തുക. അതിലെല്ലാം തർക്കങ്ങളോ തടസ്സങ്ങളോ ഒക്കെ വരുത്തി ആ ഔന്നത്യം അല്ലെങ്കിൽ ഉയർച്ച എന്ന് പറയുന്ന സ്ഥിതിക്ക് ഭംഗം വരുത്തുക, കാലതാമസം വരുത്തുക. ഇതാണ് അതിൻ്റെ പ്രധാനാർത്ഥം. അത് ജോലി സംബന്ധമായിട്ടാവാം, ധനസംബന്ധമായിട്ടാവാം, മനസമാധാനം സംബന്ധമായിട്ടാവാം, വിവാഹ സംബന്ധമായിട്ടാവാം, കുടുംബ ബന്ധങ്ങൾ മുഖേനയാവാം, ഏത് രൂപേനയും ആവാം. ഇതെല്ലാം കിട്ടുന്ന ആളുകളുണ്ട്. അതിൽ 1-2 ഒക്കെ ആയിട്ട് പോകുന്ന ആളുകളുണ്ട്. കാളസർപ്പയോഗം തന്നെ നിരവധി രീതികളിലുമുണ്ട്. അനന്തകാളസർപ്പയോഗം, കർക്കോടക കാളസർപ്പയോഗം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് രീതിയിലുണ്ട്. തത്വത്തിലെല്ലാം തന്നെ എല്ലാ പുഴകളും സമുദ്രത്തിലേക്ക് എന്ന് പറയുന്നത് പോലെ ഇതിൽ ഏത് തന്നെയാണെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ ഉയർച്ച എന്ന വാക്കിന് എന്തെങ്കിലുമൊക്കെ നെഗറ്റിവിറ്റി വരുത്തുന്ന ഒരവസ്ഥ. അതാണ് പ്രധാനമായും കാളസർപ്പയോഗം ചെയ്യുന്നത്. ഇവിടെ ഈ ഗ്രഹനിലയിൽ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടവർ വിളിച്ചിരുന്നത്. അപ്പോൾ പ്രധാനമായും കർക്കിടക ലഗ്നം, കാളസർപ്പയോഗമുണ്ട്, അതവിടെ നിൽക്കട്ടെ. അതിനേക്കാൾ ഉപരിയായി ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ചന്ദ്രൻ, മനസ്സിൻ്റെ കാരകഗ്രഹം, മാതാവിൻ്റെ കാരകഗ്രഹം, ലഗ്നാൽ 9-ൽ നിൽക്കുന്നു കുജനോടൊത്ത്. നോർമൽ കേസിൽ വളരെ നല്ലതായിരുന്നു. ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ഭാഗ്യസ്ഥാനത്ത് ശശിമംഗള യോഗം ചെയ്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. എന്നാൽ ഇവിടെ ഗുളികനും കൂടെ ചേർന്നാണ് ചന്ദ്രനും കുജനും നിൽക്കുന്നത്. നല്ലതല്ല, ഒട്ടുമേ നല്ലതല്ല. ആ ശശിമംഗള യോഗത്തിൻ്റെ പവറിനെ വെട്ടി ഇല്ലാതാക്കുകയും ചെയ്യും. അതുപോലെ തന്നെ മനസ്സ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും, ഭാഗ്യം എന്ന് പറയുന്ന വാക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഗുളികൻ ഇവിടെ കൃത്യമായി തടസ്സം വയ്ക്കുകയും ചെയ്യും. ഒരുപാട് വീഡിയോകളിൽ മുൻപ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ചന്ദ്രനോടൊത്ത് ശനി, അതല്ല എങ്കിൽ രാഹു, അതല്ല എങ്കിൽ കേതു, അതുമല്ലെങ്കിൽ ഗുളികൻ. ഇത്രയും സാന്നിധ്യങ്ങൾ ചന്ദ്രനുമായി നല്ലതല്ല, ഒട്ടുമേ നല്ലതല്ല. അതിൽ തന്നെ ഗുളികൻ വളരെ മോശവുമാണ്. ചന്ദ്രൻ ഗുളികൻ കോമ്പിനേഷൻ ഏതൊരു ഗ്രഹസ്ഥിതിയിൽ ഏത് പൊസിഷനിൽ നിന്നാലും വളരെ വളരെ മോശമാണ് എന്ന് തിരിച്ചറിയുക. പ്രത്യേകിച്ച് ഒരു ഗുണങ്ങളും അതുകൊണ്ട് ആ വ്യക്തിക്ക് ചന്ദ്രനെ കൊണ്ടോ അല്ലെങ്കിൽ ആ പറയുന്ന പൊസിഷനെ കൊണ്ടോ കിട്ടാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ മനസമാധാനക്കേട്. ഇവിടെ ഭാഗ്യസംബന്ധമായിട്ടുള്ള അനുഭവങ്ങൾക്കെല്ലാം തന്നെ തർക്കമോ തടസ്സമോ കാലതാമസമോ ഒക്കെ ഉണ്ടാക്കി വയ്ക്കാൻ ഗുളികന് വളരെ ശേഷി കൂടുതലാണ്. അതുപോലെ തന്നെയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണേണ്ടതായിട്ടുള്ള വ്യാഴം 12-ൽ രാഹുവിനോടൊത്ത് നിൽക്കുന്നു. അപ്പോൾ വ്യാഴത്തെ കൊണ്ടും, അതും ശത്രുക്ഷേത്രത്തിലുമാണ്, വലിയ ഗുണങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ടതായിട്ടില്ല. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ചും വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് 3, 6, 7. 7-ൽ ബുധൻ നിൽക്കുന്നു. ഉപരി 7-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം 11-ൽ രാഹുവിൻ്റെ ദൃഷ്ടിയിലാണ് നിൽക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഏതൊരു ഗ്രഹനിലയിലെയും വിവാഹ കാരക ഗ്രഹം ശുക്രൻ ഇവിടെ സൂര്യനോടൊത്ത്, ശത്രുവായ സൂര്യനോടൊത്ത് നിൽക്കുന്നു. അവിടേക്ക് ഗുളികൻ്റെ 12-ാമത്തെ ദൃഷ്ടി വരുന്നു. രാഹുവിൻ്റെ 9-ാമത്തെ ദൃഷ്ടി വരുന്നു. ശനിയുടെ 10-ാമത്തെ ദൃഷ്ടി വരുന്നു. ഇതെല്ലാം തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ട് തന്നെയാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ചും ഇത്തരം ആളുകൾ വിവാഹം എന്ന് പറയുന്ന പ്രക്രിയയിലേക്ക് പോകുന്നത് കൃത്യമായിട്ടൊരു മുന്നൊരുക്കത്തോടു കൂടി ചേരുന്ന ഗ്രഹനിലകളാണ് എങ്കിൽ മാത്രം ചേർക്കാൻ ശ്രമിക്കുക. ഉപരി
ഗ്രഹനില, നാള്, പൊരുത്തം കാര്യങ്ങളെല്ലാം തന്നെ ചേർന്നു എന്ന് വെച്ചാൽ തന്നെ ഞാൻ ഒരുപാട് ആളുകൾ വിളിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുമായി കൃത്യമായി സംസാരിച്ച് എന്തൊക്കെയാണ് ജീവിത കാഴ്ചപ്പാടുകളെന്ന് ഷെയർ ചെയ്ത് പരസ്പരം മനസ്സിലാക്കി ഒത്തുപോകുമെന്ന് തോന്നിയാൽ മാത്രമേ വിവാഹവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാവൂ. ഇത്തരം ഗ്രഹനിലകളിൽ അത് നിർബന്ധവുമാണ്. അല്ലാതെ നാളെ ചേരും അല്ലെങ്കിൽ പൊരുത്തം ചേരും, ഗ്രഹനില ശരിയായി എന്നതുകൊണ്ട് മാത്രം വിവാഹത്തിലേക്ക് പോകരുത്. പോയാൽ ബുദ്ധിമുട്ടുകൾക്ക് സാധ്യത വളരെ കൂടുതലാണ്. പൊതുവേ 7ാം ഭാവാധിപൻ അത് ഏതൊരു ഗ്രഹനിലയിലും 7ാം ഭാവാധിപനുമായി ബന്ധപ്പെട്ടിട്ട് ശനി ബന്ധം വന്നു കഴിഞ്ഞാൽ തന്നെ അല്പം ടഫ്നെസ് അതിന് കൂടുതലാണ്. അവിടേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി എന്നൊക്കെ പറയുമ്പോൾ ആ ടഫ്നെസ്സിനെ വീണ്ടും, ആ കഠിനതയെ വീണ്ടും കൂട്ടാനുള്ള സാധ്യത കൂടുതലാണ്. 7ൽ ബുധനുണ്ട്, നല്ലത് തന്നെയാണ്. പക്ഷേ കൃത്യമായി തന്നെ ഈ 3-4 കാര്യങ്ങൾ കൃത്യമായി ചെയ്ത ശേഷം മാത്രമേ ഇത്തരം വ്യക്തികൾ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാവൂ. അതുപോലെ തന്നെ ലഗ്നാൽ 10ാം ഭാവാധിപൻ കൂടാണ് ഇവിടെ കുജൻ, ഗുളികനോടൊപ്പം നിൽക്കുന്നു. അപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള സ്ട്രെസ്, മനസമാധാനക്കേട്, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള ശത്രുത, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ വർക്ക് സ്പേസുമായി ബന്ധപ്പെട്ടുണ്ടാകാനുള്ള സാധ്യതയും വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ പൊതുവേ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, മനസ്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, വ്യക്തി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ, അതുപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു പ്രത്യേകം ശ്രദ്ധ കൊടുത്ത് മാത്രമേ ഇത്തരം ഗ്രഹനിലയുള്ള ആളുകൾ മുന്നോട്ട് പോകാവൂ. ചന്ദ്രനോടൊത്ത് ഗുളികൻ നിൽക്കുന്നു എന്ന് പറയുന്നത് ഹെവി നെഗറ്റീവ് തന്നെയാണ്. പ്രത്യേകിച്ചും അത് ഭാഗ്യസ്ഥാനത്താണ്. ലഗ്നാൽ 9, അവിടെ ഗുളികൻ ഇല്ലായിരുന്നുവെങ്കിൽ അതൊരു മഹായോഗമായി ഒരുപാട് ക്വാളിറ്റി അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സിന് കേപ്പബിലിറ്റി, പൊട്ടൻഷ്യലുള്ള ഒരു ഗ്രഹനിലയായിട്ടത് മാറിയനെ. പക്ഷേ അവിടെ ഗുളികൻ വന്നതോടുകൂടി അത് ചന്ദ്രനെയും പിടിക്കും, അതുപോലെ തന്നെ കുജനെയും പിടിക്കും. കുജൻ ഇവിടെ 10ാം ഭാവാധിപനുമാണ്. പ്രത്യേകിച്ചും 5ാം ഭാവാധിപൻ, 5ഉം 10ഉം ഭാവാധിപത്യം വഹിക്കുന്നത് ഇവിടെ കുജനാണ്. അപ്പോൾ പ്രസ്തുത കുജനുമായിട്ടാണ് ഗുളികൻ നിൽക്കുന്നത്. അപ്പം മനസ്സിന് ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള ശരി എന്ന് കരുതി എടുക്കുന്ന തീരുമാനങ്ങളിൽ തെറ്റ്, പിഴവ്, അബദ്ധം പറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിടെയാണ് നേരത്തെ പറഞ്ഞ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇത് മതി എന്ന് തീരുമാനിക്കുന്ന സമയത്ത് അത് മതിയോ അല്ലെങ്കിൽ അതാണോ ശരി എന്നൊന്നുകൂടെ പുനർവിചിന്തനം ചെയ്ത ശേഷം മാത്രമേ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാവൂ എന്ന് എടുത്ത് പറയാനുള്ള കാരണം. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ ഉത്രട്ടാതിയാണ് നക്ഷത്രം. ശനിദശയിൽ ജനിച്ചു. 2015 വരെ ശനി, അതിനുശേഷം ബുധൻ 2032 വരെ, അതിനുശേഷം കേതു 2039 വരെ, ശേഷം 20 കൊല്ലം ശുക്രൻ 2059 വരെ, അതിനുശേഷം സൂര്യൻ 6 കൊല്ലം, ശേഷം ചന്ദ്രൻ 10 കൊല്ലം, അതിനുശേഷം ചൊവ്വ, രാഹു, ഗുരു എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ നടപ്പ് ദശ എന്ന് പറയുന്നത് ബുധനിൽ രാഹുവാണ്. 22/4/2025 തൊട്ട് 10/11/2027 വരെ ബുധനിൽ രാഹു. ബുധനിൽ രാഹു എന്ന് പറയുമ്പോൾ 7ൽ നിൽക്കുന്ന ബുധനാണ്. രാഹു 12ൽ നിൽക്കുന്നു. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഇപ്പോൾ 2027 നവംബർ 10 വരെയാണ് രാഹുവിൻ്റെ അപഹാരം. അതിനുശേഷം വ്യാഴത്തിൻ്റെ അപഹാരമാണ്. ഈ രാഹുവിൻ്റെയൊക്കെ അപഹാര സമയത്ത് വരുന്ന പ്രധാന കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഭാവിയെ ലക്ഷ്യം കണ്ടുകൊണ്ട് വയ്ക്കുന്ന ജോലി, അതല്ലെങ്കിൽ വിവാഹം പോലെയുള്ള അതിൽ തന്നെ പ്രത്യേകിച്ചും വിവാഹം പോലെയുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും ഈ 12ലൊക്കെ നിൽക്കുന്ന രാഹുവിൻ്റെ, പ്രത്യേകിച്ചും ഗുളികനോടൊത്ത് നിൽക്കുന്ന കുജൻ്റെ 4ാം ദൃഷ്ടിയും അങ്ങോട്ടുണ്ട്. രാഹു കുജൻ ഒന്നും ഒരു നല്ല കോമ്പിനേഷനേ അല്ല. അപ്പോൾ ഇത്തരം ഈ ടൈമിലൊക്കെ വരുന്ന, ഈ സമയത്ത് വരുന്ന പ്രപ്പോസൽസ് ഒക്കെ ഒന്ന് പെൻഡിങ്ങിൽ വയ്ക്കുകയോ അതല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തുകയോ അതല്ലെങ്കിൽ കൃത്യമായിട്ട് പരിശോധനകൾ ചെയ്യുകയോ ഒക്കെ ചെയ്ത ശേഷം മാത്രമേ വിവാഹത്തിലേക്ക് പോകാവൂ. ഏറ്റവും കൂടുതൽ ഈ ഒരു സമയത്തൊക്കെ വരുന്നത് തെറ്റായിട്ടുള്ള പ്രപ്പോസൽസ് ശരിയെന്ന ധാരണയിൽ വരികയും അതിന് എസ് വയ്ക്കുകയും അതിനുശേഷം പിന്നീട് അത് ബുദ്ധിമുട്ടുകളായി മാറുകയും ചെയ്യുന്ന ഒരവസ്ഥ ധാരാളമായിട്ട് ഇത്തരം ആളുകൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കി നിർത്താൻ ഒന്ന് വെയിറ്റ് ചെയ്ത് കൃത്യമായിട്ട് പരിഹാരങ്ങളെടുത്ത് ഒന്ന് ക്ഷമ കാണിച്ച് പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് വ്യാഴത്തിൻ്റെ അപഹാരം വരുന്നുണ്ട് 12ലാണെങ്കിൽ പോലും. അപ്പോൾ അതൊരു വലിയ ആശ്വാസം തന്നെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ള ഒരു ഗ്രഹനില തന്നെയാണ് ഇത് എന്ന് മനസ്സിലാക്കുക. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.